ലൈഫിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. കാരണം എസ്കേപ്പ് അടിക്കുക എന്നുള്ളത് ഒരു 10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴും അവിടെ ഇരിക്കുമ്പോൾ സാറ് വിളിക്കുമ്പോൾ അടുത്ത ഫസ്റ്റ് ആളെ വിടാനുള്ള ഇത് തന്നെ ടെൻഡൻസി ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ എസ്കേപ്പ് അടിക്കുക എന്നുള്ളത് നേരത്തെ തൊട്ട്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ചെറുപ്രായത്തിൽ കുറച്ച് എവിടേക്കോ പൊസിഷൻ എന്നെ തപ്പി ഒരുപാട് പൊസിഷൻസ് ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ ടീച്ചറൊക്കെ കൊണ്ട് അതിൻ്റെ സംസ്ഥാന സമിതി, ബുക്ക് എഴുതുന്ന സമിതി, അങ്ങനെ ഇതിലേക്കൊക്കെ ചാൻസുകൾ ഇഷ്ടം പോലെ ആയിരുന്നു. കൺവീനർ പോലെ പൊസിഷൻസ് അവിടെയൊക്കെ എനിക്ക് പേടി, ബാക്കിയെല്ലാം ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റേജിൽ വന്നിട്ട് അധ്യക്ഷ പ്രസംഗം ഇങ്ങനെ പ്രസംഗിക്കാം, സ്വാഗതം, ഈ ടീച്ചർമാരൊക്കെ ഇങ്ങനെ ഓരോ സാർമാർ സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൊതിച്ച് നിൽക്കാറുണ്ട്, ഇവരെങ്ങനെ ഇതൊക്കെ സൂപ്പറായിട്ട് പ്രസംഗിക്കുന്നു. അപ്പോൾ ഒരു അധ്യക്ഷനായിട്ട് ഒരു ദിവസം എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അവിടുന്ന് എങ്ങനെ എസ്കേപ്പായിരുന്നു എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇപ്പം സാറിൻ്റെ അടുത്ത് വന്നേ പിന്നാണ് ഇവരൊക്കെ ഇതൊക്കെ ഒരു നിസ്സാര കാര്യമാണെന്നുള്ള കാര്യങ്ങൾ, കുറച്ച് ചെറിയ ഹാർഡ് വർക്ക് ഇപ്പോഴും കുഴപ്പമാണ്. ഞാനിപ്പോഴും നല്ല സ്റ്റുഡൻ്റായിട്ട് ഇരിക്കുന്നില്ല, കാരണം ഞാൻ വർക്ക് ചെയ്യുന്നില്ല. സാറ് ഇവിടുന്ന് പറഞ്ഞു തരുന്നതിൻ്റെ നമ്മൾ ഹോംവർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു പോരായ്മകളാണ് കൂടുതലും കാണുന്നത്. കാരണം വായന തീരെ ഇല്ലാത്ത മനുഷ്യൻ. കാരണം ബുക്ക് കുറേ കാലങ്ങളായിട്ട് സ്കൂളിലെ ടെസ്റ്റുകൾ റെഫർ ചെയ്യുക, അല്ലാതെ സ്റ്റോറികളോ ആരുടെ ഇങ്ങനെ മോട്ടിവേഷനൊന്നും വായിക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഇപ്പം സൺഡേ എങ്കിലും സാറിന് വേണ്ടി ഒരു ദിവസം ചിലവഴിക്കുക. ഇന്ന് ഈ 6 മണിയല്ല, രാത്രിയും കൂടെ ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഒരു ഹോംവർക്ക് ഇന്ന് എന്ത് പഠിച്ചു എന്നുള്ളത് വീട്ടിൽ ചെന്ന് ചെയ്താലേ ഗുണമുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചൊക്കെ ഐഡിയ ആവും. ഒന്നുകൂടെ സ്പീഡ് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്ന ഹോംവർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ എസ്കേപ്പ് ചെയ്യായിരുന്നു. ഇപ്പം